അടുത്ത എന്താണ്? എന്ത് കോൽക്കളിയാണ് അടുത്തതായി? കോൽക്കളിയാണ് പ്രിയപ്പെട്ടവരെ. പാലക്കാട് PTM HSS തൃക്കടീരി അല്ലേ? തൃക്കടീരി എവിടെയാണ് ആ സ്ഥലം? ചെർപ്പളശ്ശേരി, പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി എന്ന സ്ഥലത്ത്. തൃക്കടീരി PTM HSSലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കോൽക്കളി അവതരിപ്പിക്കുന്നത്. അതെ, കുറച്ച് അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. കാരണം ഇവർക്കൊന്ന് പിഴച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മളെല്ലാവരും അത് കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. പൊളിക്കണം. ഈ കോലിന്റെ അടി വാങ്ങരുത് എന്നല്ലേ? വാങ്ങരുത്, ഇടയ്ക്ക് കയറി. ഞാനല്ല. ഓക്കെ, ചുറ്റുവട്ടത്തുള്ളവര് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് കോൽക്കളി ആസ്വദിക്കാം. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പാടണം അല്ല, ഇനി വല്ല നമ്പർ ഉണ്ടോ? പിന്നെ മെയ്വഴക്കം വേണം, വേഗത വേണം. ഉണ്ടോ? ഇനിയുണ്ട് ഒരെണ്ണം കൂടെ ആവാം. വേണ്ട, റെഡി അല്ല, അതുകൊണ്ടല്ല. സംഘകർത്തക്കാർ 4-5 പേര് നിൽക്കുന്നു. അപ്പൊ കുഴപ്പമില്ല. എന്തായാലും നോക്കൂ, എന്ത് അല്ലേ ദ്രുത ചലനം. നിങ്ങൾ എത്ര വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു? 5 മാസത്തിന്റെ മേലായി. അത്രേ ഉള്ളൂ? 5 മാസേ ഉള്ളൂ? അതല്ല, 2 കൊല്ലമായി. ഇത് ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റ് എത്തുന്നത്. അതില് ഇക്കൊല്ലാണ് എല്ലാവരും പാടെ 5 മാസം കൃത്യമായിട്ട് ഉള്ളതും. പിന്നെ ഞങ്ങളെ സാറ് ഷംസി സാർ പറഞ്ഞ സാറാ. അതേപോലെ ഞങ്ങളെ ടീച്ചർ അതേപോലെ ഒപ്പം പഠിക്കേണ്ട 2-3-4 കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ സപ്പോർട്ട് കാരണം ഞങ്ങൾ ഇത്ര എത്തിയത്. ഇത് അവിടെ ഉണ്ട് സാറും. സാറേ വരൂ. സാറേ എന്താ സാറേ ഇങ്ങനെ മാറി നിന്നാലോ? ഓക്കെ സാറേ പറ, പിള്ളേരെ എങ്ങനെയുണ്ട്? പിള്ളേർ അടിപൊളി മക്കളാണ്. ഈ വർഷം എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല മക്കളാണ് ഇത്. നമുക്ക് ആ വാക്കുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. നല്ല മക്കളാണ് എന്ന പ്രയോഗം ഉണ്ടല്ലോ, അത് വളരെ. ഇവര് കഠിനമായ പ്രാക്ടീസാണ്. ഇവർക്ക് കല്യാണമില്ല, ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പം ഇവരെന്ത് ചെയ്യണേ, കറക്റ്റ് എല്ലാ ഞായറാഴ്ചകളും ഒഴിവ് ദിവസങ്ങളിലും സ്കൂളിൽ വന്നിട്ട് പ്രാക്ടീസാണ്. രാത്രി വരെ പ്രാക്ടീസാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ്. നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. അപ്പോൾ നന്നായി കളിച്ചിട്ടുണ്ട് ഇവർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലെത്തി. സന്തോഷമുണ്ട്. ഇതിന്റെ റിസൾട്ട് വന്നോ? റിസൾട്ട് അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. A ഗ്രേഡ് ആണ്. A ഗ്രേഡ്. കൈയടിക്കൂ പ്ലീസ്. അപ്പോൾ അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇനിയും പൊളിക്കാം നമുക്ക്. അല്ലമ്പ്യാർ, വേറൊരു വിധി വന്നിട്ടുണ്ട്. ഇത്തവണ കലോത്സവത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ സമയം തത്സമയം വാർത്ത വിടുന്നത് ജനൻ TV ആണ്. നമുക്ക് ഒന്ന് കൈയടിക്കൂ പ്ലീസ്. നമുക്ക് അവാർഡ് വല്ലതും ഉണ്ടോ? അങ്ങോട്ട് നോക്കൂ. എല്ലാം ശൂന്യമാണ്. ഒരേ ഒരു പവലിയൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്കൊരു വാർത്തയിലേക്ക് പോകണം. ആ വാർത്ത കഴിഞ്ഞ് നമുക്ക് സംഘനൃത്തം വീണ്ടും ഈ വേദിയിലേക്ക് കൊണ്ടുവരാം. ഒരു മിനിറ്റ് വാർത്തയിലേക്ക് പോകല. ഇതാ ഇവരുടെ വക ഒരു സ്നേഹോപഹാരം സാറിന് കൊടുക്കുന്നുണ്ട്. യെസ്, ആ ഒരു ചടങ്ങിനും സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. സംഘനൃത്ത മത്സരത്തിൽ ഒരു ടീം ഇവിടെ നിന്നപ്പോഴാണ് അവർക്ക് A ഗ്രേഡ് കിട്ടിയെന്ന് അറിഞ്ഞത്. അതെ. 2 കുട്ടികൾ അവരുടെ സ്നേഹോപകാരം അവരുടെ മാഷിന് കൊടുക്കുന്നത് ഈ വേദിയിൽ വെച്ചാണ്. മാഷേ, ഇതാണ് ഏറ്റവും വലിയ അംഗീകാരം മാഷേ നിങ്ങൾക്ക് കിട്ടുന്നത്. ടീച്ചറുണ്ടോ? ടീച്ചറെ വരൂ. ടീച്ചർക്ക് ഉപഹാരം ഉണ്ടോ?
ആ ടീച്ചർക്ക് ഓക്കേ. ഉപഹാരം ടീച്ചർ വാ. എന്താ ടീച്ചർ ഇത്? 2 വാക്ക് പറ ഈ പിള്ളേരെ കുറിച്ച്. എന്താ പറയാ, മനസ്സ് നിറഞ്ഞു നിൽക്കണേ. ഇങ്ങനെ ഉപഹാരം ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയാറുണ്ട്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ ഇവരുടെ കയ്യിലൊരു കവർ കണ്ടപ്പോൾ ഞാൻ എന്തീ കവർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെച്ചത് ഷംസീറിന് എന്തെങ്കിലും കൊടുക്കാനാവും, ഞാൻ അതിലുണ്ട് എന്നുള്ളത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവർ ഈ സർപ്രൈസ് ആയിട്ട് സാർക്ക് കൊടുക്കണതാണോ കൈ പിടിച്ച് ഇങ്ങനെ മുന്നിൽ കൂടെ നടക്കണതെന്ന്. എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറഞ്ഞ 3 പേര് പറഞ്ഞ ആ 3 പേരും ഞങ്ങളുമാണ് പ്രാക്ടീസ് ടൈമിൽ എപ്പോഴും ഉണ്ടാവാറ്. ഇതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിക്കുകയാണ് ഇവിടെ. ഇവര് സ്റ്റേജിൽ കോൽക്കളി കളിച്ചിറങ്ങിയപ്പോൾ ഒരുപോലെ ഞങ്ങളെ മനസ്സും കണ്ണും നിറഞ്ഞു പോയി. അത്രയധികം ഞങ്ങൾ ഇവരെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോ വൈകാര്യം പറഞ്ഞോ മോളെ. അല്ല, എന്താ സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു കോൽക്കളി എന്തായാലും സ്റ്റേറ്റ് വരെ പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഓ, അപ്പൊ ടീച്ചറുടെ പേര് പറഞ്ഞില്ല. നിജ ടീച്ചർ. നിജ ടീച്ചർക്കുള്ള സ്നേഹോപഹാരം കൂടി ഇതാ ജനൻ ടിവിയുടെ ഈ പവലിയനിൽ വെച്ച് നൽകുകയാണ്. കൈമാറുകയാണ്. ഒന്ന് കൈയടിച്ചേ പ്ലീസ്. അപ്പൊ ഇങ്ങനെ ഒരു നിമിഷത്തിന് സാക്ഷിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാലും സാധിച്ചു. ഞങ്ങൾക്ക് വലിയ സന്തോഷം കേട്ടോ. ഒരു സസ്പെൻസ് ആയിരുന്നു. എന്ത് ഇവർക്ക് കൊടുക്കണമെന്ന് അവർ കരുതി കൂട്ടി വെച്ചിരുന്നു. പക്ഷെ അവർ അറിഞ്ഞില്ല അത് നമ്മുടെ വേദിയിൽ വെച്ച് കൊടുക്കുമ്പോൾ. പക്ഷെ ടീച്ചർ കണ്ടു, ഒരു പൊതി ടീച്ചർ കണ്ടു കേട്ടോ. അത് കണ്ടു. അത് മാഷിന് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. ഒരു മുതിയെ കാണിച്ചുള്ളൂ. ഉള്ളിലല്ല, അതപ്പോ അറിയില്ലല്ലോ എത്ര ഉണ്ട് എന്നൊന്നും. അങ്ങനെ ഓക്കെ. അപ്പൊ ടീച്ചർക്ക് മാഷിനും ഒക്കെ അഭിമാനിക്കാം ഇങ്ങനെയുള്ള പിള്ളേരെ കിട്ടിയതില്. പിള്ളേരെ അല്ല, മക്കളെ. യെസ്, മക്കളെ കിട്ടിയതിൽ. ഓക്കെ.